ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നല്ല കിടിലൻ മത്തി വറ്റിച്ചതായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻ അത് വറക്കാനും എടുത്തു വെച്ചിട്ടുണ്ട്. മീൻ കറി വെക്കാനുള്ളത് വേറെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വറക്കാനുള്ളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ അതിലോട്ട് മുളക് പൊടി ഇട്ടു. എന്നിട്ട് ജസ്റ്റ് തിരുമ്മി അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കറി വെക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്, പിന്നെ മഞ്ഞൾപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കണം. ചൂടുവെള്ളത്തിൽ കുഴച്ച് വയ്ക്കുമ്പോൾ പച്ചമണം മാറി കിട്ടുകയും ചെയ്യും, പൊടി അങ്ങനെ കരിയുകയില്ല. നല്ല ചൂടുവെള്ളത്തിൽ വേണം, നല്ലതെന്ന് വെച്ചാൽ ഒരു ഇളം ചൂടിൽ ഇച്ചിരി കൂടുതൽ പാകത്തിനുള്ള വെള്ളത്തിൽ നന്നായിട്ട് കുഴമ്പൻ രൂപത്തിൽ മിക്സ് ചെയ്യണം. പിന്നെ ഇതേ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിലിടുമ്പോൾ പുളി നന്നായിട്ട് ഇറങ്ങും. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കണ മസാലയായിട്ടോ അത്. എന്നിട്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോഴേ നമ്മൾ ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ ചെറിയ ഉള്ളി ഒന്നും ചേർക്കണ്ട കേട്ടോ, ഇങ്ങനെ മത്തി വറ്റിക്കുമ്പോൾ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. നല്ലോണം മൊരിയണം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും. കറിവേപ്പില ഉണ്ട്, ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ കുഴച്ച് വെച്ചേക്കണ മസാലയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി തെളിയണ വരെ നമുക്ക് എണ്ണ തെളിയണ വരെ, ഇതേ കണ്ട എണ്ണയൊക്കെ നന്നായിട്ട് തെളിയണ വരെ വഴറ്റി കൊടുക്കാം. അതിനൊരു 2-3 മിനിറ്റ് വേണം കേട്ടോ സിമ്മിലിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ. എണ്ണ തെളിഞ്ഞ ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന പുളിയും പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്നും കൂടി ഒരു മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിൻ്റെ ഒരു പച്ചമണം കൂടെ മാറണം. ഇതിപ്പോൾ കണ്ടോ നല്ലോണം ഇതൊക്കെയായി വെള്ളം തെളിഞ്ഞ് ഞാൻ കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചപ്പോഴാട്ടോ ഇങ്ങനെ വന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും മീനിൽ പച്ചവെള്ളം ഒഴിക്കണേക്കാളും നല്ലത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. അപ്പോൾ അതേ ആ പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് എല്ലാം നല്ലപോലെ പിടിച്ചു. ഇനി അതിലോട്ട് തിളച്ച വെള്ളം, നമ്മുടെ ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ, എന്നാലാണ് മീനിട്ട അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ പച്ചനെ വെള്ളത്തിൽ നമ്മൾ തിളച്ച വെള്ളമാണ് ഓൾറെഡി ഒഴിച്ചേക്കണത്. അതിലോട്ട് നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിടാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തവി കൊണ്ട് ഇളക്കി ഇനി അതൊരു 5 മിനിറ്റ് നന്നായിട്ട് വേവണം. വെന്ത് ഇത് കണ്ട മീൻ നല്ല അത്യാവശ്യം ചാറൊക്കെ ഒന്ന് പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങാപ്പാലോ തേങ്ങയോ ഒന്നും അരച്ച് ചേർക്കണ്ട, നല്ല ടേസ്റ്റാട്ടോ. ഇത് വാങ്ങാറാവുമ്പോൾ അതിലോട്ട് ഞാൻ ഫിഷ് മസാല ഒരു സ്പൂൺ ഫിഷ് മസാലയും കൂടെ ഇടുന്നുണ്ട്. ഫിഷ് മസാല വേണമെന്നൊന്നുമില്ല കേട്ടോ ഇതിൽ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഫിഷ് മസാല ലാസ്റ്റ് ഇടുന്നത്. എന്നിട്ട് ഇനി ഉടയ്ക്കൊന്നും ചെയ്ത് തവി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് നമ്മുടെ സൂപ്പർ മീൻകറി ആട്ടോ ഇതേ വെന്ത് വാങ്ങി വരുമ്പോൾ ഉള്ളത് നല്ല സൂപ്പറായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്